പ്രഭാതഭേരി. മലയാളിക്ക് വെളിച്ചെണ്ണ പാചകത്തിന് മാത്രമല്ല, വീട്ടിലെ ലഘുവൈദ്യങ്ങളിൽ തലമുടി സംരക്ഷിക്കാൻ, തേച്ചു കുളിക്കാൻ എന്നിങ്ങനെ ഒരു മലയാളി വീട്ടിൽ വെളിച്ചെണ്ണയില്ലാത്ത ഇടങ്ങൾ തുലോം കുറവാണ്. ഇവിടേക്കാണ് വെളിച്ചെണ്ണ പോയിട്ട് ഭക്ഷ്യയോഗ്യമായ ഏതെങ്കിലും എണ്ണയുടെ പോലും ഗുണനിലവാരമില്ലാത്ത ദ്രാവകങ്ങൾ വെളിച്ചെണ്ണയുടെ നിറവും മണവും പൂശി വിപണിയിൽ എത്തിയത്. തേങ്ങയുടെയും എണ്ണയുടെയും വില കുതിച്ചുയർന്നപ്പോൾ പാം കേണൽ, സൂര്യകാന്തി എണ്ണ തുടങ്ങിയ വില കുറഞ്ഞ വസ്തുക്കൾ കലർത്തി വെളിച്ചെണ്ണ എന്ന ലേബലിൽ വിൽക്കാൻ തുടങ്ങി. ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ പോലും വെളിച്ചെണ്ണയായി കുപ്പിയിൽ വിപണിയിലെത്തി. ഡയറ്റീഷ്യൻ നീരജ പ്രദീപ്. ഒന്ന്, സാധാരണയായി വെളിച്ചെണ്ണയിൽ കണ്ടുവരുന്ന മായങ്ങള് നമ്മുടെ ആരോഗ്യസ്ഥിതിയെ തകിടം മറിക്കുന്നതാണ്. ഒന്ന്, അഫ്ലടോക്സിൻസ് എന്ന് പറയുന്നത് ഒരു തരം പൂപ്പലാണ്. ഇത് ശരിയായി ഉണക്കാത്ത കൊപ്ര അല്ലെങ്കിൽ പഴയ തേങ്ങ എന്നിവയിൽ നിന്ന് വരുന്നതാണ്. പിന്നെ കാണുന്നത് കോമൺ ആയിട്ട് ഹെവി മെറ്റൽസ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ചെടികൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ സ്രോതസ്സിൽ നിന്ന് ഇതെന്നൊക്കെയാണ് ഇത്തരം ഹെവി മെറ്റൽസ് ചെടികളിലേക്ക് കയറുന്നത്. ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പഴകിയ എണ്ണ, കാറിയ എണ്ണ നല്ല എണ്ണയിൽ മിക്സ് ചെയ്തിട്ട്, അതായത് പാം ഓയിൽ, ആർഗൺ ഓയിൽ, സോയാബീൻ, അങ്ങനെ വില കുറഞ്ഞ എണ്ണകളും. അപ്പൊ ഈ ആദ്യം പറഞ്ഞ ഈ അഫ്ലാടോക്സിൻസ് ആണെങ്കിൽ അത് പ്രധാനമായിട്ടും നമ്മുടെ കരളിനെയാണ് ബാധിക്കുക. ലിവറിൽ വരുന്ന അർബുദം, ചെറിയ കുട്ടികൾക്ക് ഗ്രോത്ത് റിട്ടാർഡേഷൻസ് കാണാം. രോഗപ്രതിരോധ ശേഷി തന്നെ നമുക്ക് കുറയുന്നതായിട്ടും കാണാം. രണ്ടാമത് പറഞ്ഞ ഹെവി മെറ്റൽസ് ആണെങ്കിൽ അത് കുറച്ച് വൃക്കകളെയും ബാധിക്കും. അതുപോലെ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസിന് പ്രത്യുൽപാദന വൈകല്യം, ഇതൊക്കെ ഇതിന്റെ ഒരു കാരണമായിട്ടും വരാം. ആദ്യം വരുന്ന സിംറ്റംസ് എന്താ? ഛർദി, വയറിളക്കം, വയറുവേദന. ഇത് കാരണം നമുക്ക് ഹൃദ്രോഗങ്ങൾ, സ്ട്രോക്ക്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ്, സോറിയാസിസ്, തൈറോയിഡ് പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉള്ള ആളുകൾക്ക് വേദനകളും നീർക്കെട്ടും ഒക്കെ അതിയാവുന്നതായിട്ട് തോന്നും. പാം ഓയിൽ, സോയാബീൻ ഓയിൽ, ആർഗൺ ഓയിൽ, റേറ്റ് കുറഞ്ഞ എണ്ണകൾ വെളിച്ചെണ്ണയിൽ ചേർക്കുമ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ ട്യൂമേഴ്സ് ഉണ്ടാക്കാനും അർബുദ രോഗങ്ങൾക്കും ഒക്കെ കാരണമാകും. വെറുതെ വെയിറ്റ് കൂടും. ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്ന നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്, ഇങ്ങനെയുള്ള രോഗികളിൽ കൂടുതൽ കണ്ടുവരും. അത് പിന്നീട് സിറോസിസ് ആയി മാറുകയും അതിന് ഒരു റിവേഴ്സ് ഇല്ല. അത്രയ്ക്കും മാരകമായിട്ടുള്ള എഫക്ട്സ് ആണ് ഈ അഡൾട്രേറ്റഡ് എണ്ണകൾ കൊണ്ട് ഉണ്ടാവുന്നത്.